നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് അറിയാത്തവരില്ല. ജീവനുള്ള മനുഷ്യരോട് മുതൽ ജീവനില്ലാത്ത മൈക്കിനോട് വരെ അരിശം കാട്ടുന്നയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. പലർക്കും അദ്ദേഹത്തിന്റെ മാടമ്പി ശൈലിയോട് എതിർപ്പുമുണ്ട്. പലരും അതിനെ വിമർശിച്ച് സംസാരിക്കാറുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനെ ഏറ്റവും അധികം വിമർശിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും നേർക്കുനേർ ഏറ്റുമുട്ടിയത് നിയമസഭയിൽ വെച്ചാണ്. SFIയുടെ അതിക്രമങ്ങൾക്കെതിരായ അടിയന്തര പ്രമേയത്തിന് അനുമതി നടത്തിയ പ്രസംഗത്തിനിടയിലായിരുന്നു ഇരുവരും തമ്മിൽ വാക്പോര് ഉണ്ടായത്. താങ്കൾ മഹാരാജാവല്ല, മുഖ്യമന്ത്രിയാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ താൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. നവകേരള സദസ്സിൽ യാത്ര ചെയ്തപ്പോൾ മഹാരാജാവായി നിങ്ങൾക്ക് തോന്നി. എന്നാൽ നിങ്ങൾ മഹാരാജാവല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. തുടർന്ന് വി.ഡി. സതീശന്റെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയുകയുണ്ടായി. ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ് നിന്നിട്ടുള്ളതും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. തുടർന്ന് ഇത് കേരളമാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യത്തോടെ ഭരണപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയായിരുന്നു. പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങളും സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. 29 വർഷം CPMന്റെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് SFIയുടെ അതിക്രമം മൂലം BJPയിലെത്തിയത്. അവരായിരുന്നു ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെന്നും സതീശൻ പറഞ്ഞു. ഇതോടെ സഭ ബഹളമയമാവുകയും സ്പീക്കർ ഇടപെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ പോകൂ എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു.